നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണ് എന്നുള്ളതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്നുറപ്പുള്ളവർ മാത്രം കാണാൻ ശ്രമിക്കുക കേട്ടോ. അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക. അങ്ങനെ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഏത് പേഴ്സണിന് വേണ്ടിയിട്ടാണോ ഈ റീഡിങ്സ് കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് നല്ലൊരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസുകളെ മാറ്റിയെടുക്കാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നിങ്ങൾ അഫർമേഷൻസ് എഴുതുക കേട്ടോ. അത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എഴുതി പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ മാറ്റം ക്രിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച തന്നെ വരും. നിങ്ങളുടെ ബന്ധങ്ങളിൽ നല്ലൊരു ദൃഢതയും പോസിറ്റിവിറ്റിയും ആത്മാർത്ഥതയും എല്ലാം കണക്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിലേഷനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ധാരണ, ഒരു തീരുമാനം എടുക്കാനുള്ള മാർഗം ഡിവൈൻ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങളപ്പോൾ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട്. കൂടാതെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കാൻ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും. പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സിന് എന്നിലേക്ക് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. കാരണം ഞാൻ ഇതിനായിട്ട് ഇരിക്കുന്നത് മാത്രമല്ല, എനിക്ക് ജോബെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ റീഡിങ്സ് എടുക്കുന്നത്. അതുപോലെ മെസ്സേജ് നിങ്ങൾ കോള് വിളിക്കേണ്ട, മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങളുടെ വോയിസ് മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുകൊണ്ട് വെറുതെ വിളിച്ചുകൊണ്ടും ഇരിക്കരുത്. കാരണം ഫോൺ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും ഞാൻ, അതുകൊണ്ട് കേട്ടോ. വോയിസ് മെസ്സേജ് ഇടുക. വോയിസ് മെസ്സേജ് കേട്ടിട്ട് ഞാൻ അതിനെ പറ്റിയ ആവശ്യമുണ്ടെങ്കിൽ, റീഡിങ്സിൻ്റെ ആവശ്യമുള്ളതാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് തേർഡ് പാർട്ടി എനർജിയിൽ. അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ തുറന്നു പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലാണ് തേർഡ് സിറ്റുവേഷൻസിൽ അവർ ഇപ്പം കറൻറ്റ്ലി നിൽക്കുന്നത്. ശരിക്കും മുഖം തിരിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് തേർഡ് പാർട്ടി എനർജിയുമായിട്ടുള്ള ഇപ്പോഴത്തെ കറൻറ്റ് അവസ്ഥ നമ്മൾക്ക് നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത്. വളരെയധികം ചിന്തിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ തേർഡ് പാർട്ടി എനർജിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ശക്തമായിട്ട് നേരിടേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട്. മനസ്സ് കംഫർട്ട് സോണിലാണ്. അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, വലിയ തട്ടുകേടുകളൊന്നും ഇല്ലാതെ, വലിയ കോൺഫ്ലിക്റ്റുകളൊന്നും ഇല്ലാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലൂടെ ഇവർ കടന്നു പോകുന്നു എങ്കിൽ പോലും അവിടെ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് തുറന്നു പറയാൻ പറ്റാതെ എന്നാൽ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അൺഹെൽത്തി ഫീലിങ്സ് അവരുടെ മൈൻഡിലുണ്ട്. പക്ഷേ ഫിസിക്കലി അവർ ആ ഒരു സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി വരുമ്പോൾ ഉടനെ ചിലർ കമൻറ്റിൽ ചോദിക്കുക, അതിനെ ഫാമിലി എങ്ങനെ തേർഡ് പാർട്ടി ആവുന്നതെന്ന്. എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെയൊക്കെ എനർജി വരുമ്പോഴും, ചില സിംഗിൾ എനർജിയൊക്കെ വരുമ്പോഴും, അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്ഷിപ്പ് എനർജിയൊക്കെ കണക്റ്റ് ചെയ്യുന്നവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി, മാരേജ് ലൈഫൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒരു ചിന്തിച്ച് കമൻറ്റുകൾ ഇടുക. കാരണം നമ്മളതിനൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് നമുക്കറിയാം. കാരണം തേർഡ് പാർട്ടി എങ്ങനെ ഫാമിലി ആവുക എന്ന് പറയുമ്പം അവിടെ ഈ ഒരു റീഡിങ്സിൻ്റെ എനർജി കണക്റ്റഡ് ആയിരിക്കുന്ന ആർക്കൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ സ്വാഭാവികമായി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇതൊരാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ജനറൽ റീഡിങ്സ് എന്ന് പറയുമ്പം ഒരുപാട് ആളുകളുടെ എനർജി കണക്റ്റഡ് ആകുന്നതാണ്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരും, ഫാമിലി എനർജി വരും, പാർട്ട്ണറുടെ എനർജി വരും, അതായത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ എനർജി വരും, മക്കളെക്കുറിച്ച് കണക്ട് ചെയ്യുന്നവരുടെ എനർജി വരും, അതുപോലെ തന്നെ പേരൻസിനെ കണക്ട് ചെയ്യുന്നവരുടെ എനർജി വരും. ഒരുപാട് ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ കണക്ട് ചെയ്യുന്നവരുടെ എനർജി ഇതിനകത്തൊക്കെ ഒരുപാട് സ്ട്രോങ് ആയിട്ട് കയറി വരുന്ന നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ മനസ്സറിയാൻ, കൂടെ നിൽക്കുന്നവരുടെ മനസ്സറിയാൻ, വർക്ക് ചെയ്യുന്ന
ഫീൽഡിലുള്ളവരുടെ മനസ്സറിയാൻ, അതൊക്കെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എടുത്തു പറയാതെ അതങ്ങ് വായിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പേഴ്സണലായിട്ടൊന്ന് റീഡിങ്സ് എടുത്ത് നോക്കുക. ചെറിയ ചെറിയ റീഡിങ്സുകളൊക്കെ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി ചെയ്ത് നോക്കുക എന്നാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ക്യൂൻ ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ഹെൽത്തി ഫീലിങ്സ് ഉണ്ടാക്കണം അവിടെ എങ്കിൽ പോലും അവർക്കൊരു അസ്വസ്ഥതയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു മധ്യസ്ഥതയോ മറ്റുമൊക്കെ കൂടിയിട്ട് കണക്റ്റഡ് ആയതായിട്ട് തേർഡ് പാർട്ടി എനർജീനെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പക്ഷേ ലീഗൽ പരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ കാരണമോ കുറച്ച് തിരിച്ചറിവ്, അതായത് ചില തെറ്റുകളൊന്ന് തിരുത്തുക എന്നുള്ളൊരു എനർജീനെ ബേസ് ചെയ്തൊക്കെ ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റഡ് ആയ ഒരു പാസ്റ്റ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പൊരുത്തപ്പെട്ടു പോകുക എന്നൊരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഫാമിലി എനർജി, ദ ലവേഴ്സിൻ്റെ കാർഡ് വന്നതുകൊണ്ട് ഭാര്യ-ഭർതൃ ബന്ധത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. എന്താണെങ്കിലും അവർ ചിന്തിക്കുന്നത് തിരിച്ചു വരിക എന്നതാണ് കേട്ടോ. പാസ്റ്റിലെ ആ ഒരു സമാധാനം, സന്തോഷം, ആ ഒരു ഹെൽത്തി ഫീലിങ്സ് ഇപ്പം അവർക്ക് ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിക്കുന്നില്ല. അസ്വസ്ഥതയാണ്, അവരതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. വളരെ ആഴത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി ഇപ്പം നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ടോക്സിക് ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. വല്ലാതെ വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീലിങ്സ് അവർക്ക് കാണുന്നുണ്ട്. ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു. അവരെ സംബന്ധിച്ച് പുറത്ത് കിടക്കാൻ പല അവസരങ്ങളും തേർഡ് പാർട്ടിയിൽ നിന്ന് ഉണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവരിങ്ങനെ ആഴത്തിൽ ചിന്തിക്കുമ്പം അവരിവിടെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അവിടെ ചില ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ തലയ്ക്ക് മേലെ ഉണ്ട്. ഇവരുടേതാകുന്ന ഉത്തരവാദിത്തങ്ങൾ അവിടെ പാലിക്കേണ്ടി വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അവിടെ എവിടെയാണ് ശരീരമെങ്കിലും മനസ്സ് മറ്റൊരിടത്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കേട്ടോ. അവരുടെ ശരീരം മാത്രമേ അവർ നിൽക്കുന്നിടത്തുള്ളൂ. അവരുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞു പോയ, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന എനർജിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്താണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഒരു ശ്വാസം മുട്ടിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് ഇവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്പീഡിനാണ് അവരുടെ ചിന്തകൾ പോകുന്ന ഒരു അവസരം, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പുറത്ത് കടന്നാലോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് ആ ഒരു ടോക്സിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവർ ഇങ്ങനെ കുടുങ്ങി നിൽക്കേണ്ടി വരുന്നു. അവർക്ക് പുറത്ത് കടക്കാൻ പറ്റാതെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇതിനകത്ത് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർ നാട് വിട്ടു പോകുക, അതായത് മറ്റൊരിടത്തേക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് കടന്നു പോകണമെന്ന് മനസ്സിലിങ്ങനെ സങ്കല്പിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു അവസരമെങ്കിലും കിട്ടിയാൽ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത അവരെ ചില സമയങ്ങളിൽ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജി കാണിക്കുന്നുണ്ടെങ്കിലും ഇപ്പം കറൻറ്റിലി അവർക്ക് അവിടെ നിന്നേ പറ്റൂ. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, മധ്യസ്ഥ ചർച്ച അല്ലെങ്കിൽ ഒരു ലീഗൽ പരമാകുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി പ്രസൻസ് ഇവരുടെ ലൈഫിൽ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് ഒരു പക്ഷേ ഒരു വിധിയെ ബേസ് ചെയ്ത് അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു കറക്റ്റായിട്ട് അവർ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നേ പറ്റൂ എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് കർശനമായിട്ടുള്ളൊരു നടപടി ക്രമത്തിൽ നിങ്ങളുടെ വ്യക്തി പെട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവർക്കിടയിൽ വന്ന ഒരു മധ്യസ്ഥ സ്ഥാനം വഹിച്ച വ്യക്തിയുടെ വാക്കിനെ ലംഘിക്കുക എന്നത് ഒരു ഡിഫിക്കൽറ്റിയായി അത് പിന്നീട് നെഗറ്റീവ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വ്യക്തിയുടെ ലൈഫ് പോകുമെന്നുള്ളൊരു ഭയം കൊണ്ടാവാം എന്താണെങ്കിലും ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ദ ലവേഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇമോഷണലി അവർ അസംതൃപ്തമാണെങ്കിലും അവരവിടെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് അവരെ ശക്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അവരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
തേർഡ് പാർട്ടിക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഈ വ്യക്തി ഇവിടെ ഒരു ട്രാമ എനർജിയിലാണ് നിൽക്കുന്നത്, ആത്മാർത്ഥമായിട്ടല്ല ഈ നിൽക്കുന്നതെന്നും അതനുസരിച്ച് തേർഡ് പാർട്ടി അവരെ കൊണ്ട് പല കാര്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സുകൊണ്ട് ചിരിച്ച് അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയിൽ ഈ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ അനങ്ങാൻ പറ്റാത്ത വിധം തന്നെ നിങ്ങളുടെ വ്യക്തിയെ നിർത്തിയിട്ടുണ്ട്. എല്ലാ രീതിയിലും തേർഡ് പാർട്ടിയുടെ ട്രാപ്പ് എനർജിയിലാണ്. തേർഡ് പാർട്ടിക്ക് ശക്തമായിട്ടും വ്യക്തമായിട്ടും അറിയാം നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ കണക്റ്റ് ചെയ്ത് പോകുക ഡിഫിക്കൽറ്റിയാണ്. അത് ഒത്തിരി നാളത്തേക്ക് ഈ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയില്ല എന്നും തേർഡ് പാർട്ടി വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷണൽ ഹൈഡിങ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു എനർജിയെ വളരെ വ്യക്തമായിട്ട് തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് ദുഃഖം തോന്നിക്കുന്ന ഒരു എനർജിയിലാണ് അവരുടെ ആ ഒരു സിറ്റുവേഷൻസ് കാണുന്നത്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്നത് പോലെ ആ സാഹചര്യത്തിൽ നിലനിൽക്കേണ്ടി വരുന്നു. അത് അക്സെപ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫാമിലി പരമാകുന്ന മറ്റു ചില വ്യക്തികളുടെ പ്രസൻസും കൂടിയാണ് തേർഡ് പാർട്ടീനെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഫാമിലിയുടെ പ്രസൻസും ഫാമിലിയുടെ ഫോക്കസിങ്ങും ഫാമിലി എപ്പോഴും നിങ്ങളുടെ വ്യക്തിനെ അതായത് പേരൻസും മറ്റു ആളുകളുടെ മറ്റ് ബ്ലഡ് റിലേഷൻ എനർജികളുടെയും പ്രസൻസ് നിങ്ങളുടെ വ്യക്തിനെ അവിടെ ശരിക്കും പിടിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ശരിക്കും നിങ്ങളുടെ പേഴ്സൺ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട്. വല്ലാതെ ഡിപ്രഷൻ, ആൻസൈറ്റി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടവറയിൽപ്പെട്ട അവസ്ഥയാണ്. തടവിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി. ഓരോ ദിവസവും ഓരോ നിമിഷവും തേർഡ് സിറ്റുവേഷൻസുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കടന്നു പോകുന്നത്. അതൊരു വിധി പോലെ, ശപിക്കപ്പെട്ട ഒരു വിധി പോലെ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജീനെ ഇപ്പോൾ കറൻറ്റ്ലി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലാതെ ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലൂടെയും ഈ ഒരു ബന്ധത്തിൽ നിന്ന് എങ്ങനെയാണെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ സ്വീകരിക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ വ്യക്തിക്ക് മടുപ്പായി തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ഒരു ഇമോഷണൽ ഒരു കാര്യങ്ങളെയും ആ വ്യക്തിക്ക് പൂർണ്ണത കിട്ടാതെ പുറത്ത് കടക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് എനിക്ക് നോക്കുമ്പം ഒരു എന്താ പറയുക സ്റ്റക്കാണ്, സ്തംഭന അവസ്ഥയാണ്. അതുപോലെ കുറ്റബോധമുണ്ട് കേട്ടോ. എപ്പോഴും മനസ്സാക്ഷി ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട്, പഴയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. വളരെ സ്ട്രെസ് എനർജിയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയർ ചെയ്യാനാണെങ്കിലും മനസ്സ് തുറന്നൊരു കാര്യം വിശ്വാസത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ ആരും തന്നെ ഇല്ല എന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാം ഉള്ളിൽ ഒതുക്കേണ്ടി വരുന്ന, മനസ്സിനകത്തുള്ള വിഷമങ്ങളാണെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ വികാരങ്ങളെയും ദേഷ്യത്തെയൊക്കെ ആണെങ്കിൽ പോലും ഹോൾഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നെഗറ്റീവ് ചിന്തകളുടെ ഒരു കൂമ്പാരം തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഒരു നിമിഷം പോലും അസ്വസ്ഥമല്ലാത്തൊരവസ്ഥയില്ല. എപ്പോഴും അസ്വസ്ഥതയോടുകൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ മാത്രമാണ് ഈ ഒരു വ്യക്തിക്കുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയെന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും. കാരണം അത്രത്തോളം ആ ഒരു എനർജിയിലെ ട്രാപ്പാണ്. കാരണം തേർഡ് പാർട്ടി ശരിക്കും ഇവരുടെ ഈ ഒരു സ്ട്രെസ്സും സ്ട്രഗിളിങ്ങും ഒക്കെ ആസ്വദിക്കുകയാണ്, അനുഭവിപ്പിക്കുന്ന ഒരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് ഒരു രീതിയിലും വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു അവസ്ഥ കാണുമ്പം സഹതാപം തോന്നിക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യുക എന്ന് വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് അങ്ങ് പൂർണ്ണത കിട്ടുന്നില്ല, അതിൽ അങ്ങ് സംതൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. എപ്പോഴും മനസ്സ് പാസ്റ്റ് എനർജിയിലാണ്. ആ വ്യക്തിക്ക് ലഭിച്ച സന്തോഷം, സ്വസ്ഥത, സമാധാനം, അതുപോലെ വാല്യുബിളായ സമയങ്ങൾ, ഇതെല്ലാം പാസ്റ്റ് എനർജിയിൽ തന്നെയാണ് കിടക്കുന്നത്. കറൻറ്റ്ലി വ്യക്തിക്ക് ഒരു രീതിയിലും ഒരു അംഗീകാരവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസിലല്ല നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് നല്ലൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്.
ഒത്തുതീർപ്പിനും മറ്റു കാര്യങ്ങൾക്ക് നിന്നത് തന്നെ ശക്തമാകുന്നൊരു വീഴ്ചയ്ക്ക് കാരണമായി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സണാലിറ്റിയിലൊക്കെ ശക്തമാകുന്ന ഒരു തകർച്ച സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു മസ്കുലിൻ എനർജിയിൽ നിന്നും നിസ്സഹായതയായ ഒരു ഫെമിനിയൻ എനർജിയിലേക്ക് മാറി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒന്നിനെയും പേടിയില്ലാതെ എല്ലാ സിറ്റുവേഷൻസിനെയും സ്ട്രോങ് ആയിട്ട് മാനേജ് ചെയ്യാൻ പവർഫുള്ളായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും ശക്തമായിട്ട് ധൈര്യത്തോടു കൂടി നേരിടാൻ കഴിവുണ്ടായിരുന്ന വ്യക്തിക്ക് ഇപ്പം എല്ലാത്തിനെയും ഭയപ്പെടുന്ന, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ്സിലേക്ക് മാറേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. സൺറൈസിങ് സക്സസ് ആണ്, എല്ലാം മാറി എന്ന് ചിന്തിച്ചെടുത്ത് നിന്നും ശരിക്കും ട്രാപ്പ് എനർജിയിലേക്കാണ് പോയത് കേട്ടോ. ഇവർ ചിന്തിച്ചത് വിജയിച്ചു, ഇനി എല്ലാം ക്ലിയർ ആയിട്ട് പോകും, ഒരു പുതിയ തുടക്കമാണ് എന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്നും ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ട്രാപ്പ് എനർജിയുടെ ഫീലിങ്സ്, ഒരു വീഴ്ചയുടെ, അല്ലെങ്കിൽ ഇനി രക്ഷപ്പെടുക എന്നത് ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ്, ഇത് സ്ഥിരമാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളത് അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തെ ഇനി മുക്തിയില്ല, ഈ ഒരു ബന്ധനത്തിൽ നിന്നും ഇനി ഒരു മുക്തി ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. പ്രതിസന്ധികളെ തരണം ചെയ്തു, എല്ലാം ഓക്കെ ആയി എന്ന് ഇവർ ചിന്തിച്ചെങ്കിൽ അവർ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് ചെന്ന് ചാടിയതെന്ന് കറൻറ്റിലി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പ്രശ്നങ്ങളും തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും അടിയും വഴക്കും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്, അടിക്കടി. പക്ഷേ എപ്പോഴും ഈ ഒരു വ്യക്തി അവിടെ നിന്ന് ഓരോ പാഠങ്ങൾ പഠിക്കുമ്പം തിരിഞ്ഞു നോക്കുന്നു, ഒരു ഫ്യൂച്ചറിലേക്കെങ്കിലും ഈ ഒരവസ്ഥയിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചിലർ മാര്യേജ് എനർജിയിലേക്ക് പോയതാണ്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തതാണ് ഈ ഒരു സ്ട്രഗിൾ, അല്ലെങ്കിൽ ഈ ഒരു ഹാർഡ് വർക്കിംഗ് അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഒരു സെക്കൻഡ് ചാൻസ് എനർജി അവർ മനസ്സുകൊണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരും, ആരെങ്കിലും സപ്പോർട്ടായിട്ടുണ്ടാകും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ ഉള്ളിലിടയ്ക്കുണ്ടെങ്കിലും അതിനത്രത്തോളം ഒരു പൂർണ്ണതയില്ല എന്ന് പറയാം. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും എങ്ങനെ പുറത്ത് കടക്കാൻ പറ്റുമെന്നും, അല്ലെങ്കിൽ ഇത് പുറത്ത് കടന്നാൽ പിന്നീട് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കുമെന്നുള്ളത് അവരെ വല്ലാതെ പേടിപ്പിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, മായാവലയത്തിൽ പെട്ടതുപോലെ നിൽക്കുകയാണ്. മറ്റൊരു സിറ്റുവേഷൻസിൻ്റെ കൺട്രോളിലാണ്, ഇവരുടെ നിയന്ത്രണത്തിലല്ല ഇവരുടെ ലൈഫ് പോകുന്ന. മറ്റുള്ളവരുടെ എപ്പോഴുമുള്ള ചോദ്യം ചെയ്യലുകൾ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അവരോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരുപാട് സ്ട്രെസ് എനർജികളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന, ഒരു സമാധാനപരമല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കറൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇവരെ സംബന്ധിച്ച് ഇവരൊരു എന്താ പറയുക, ഒരു മായാവലയത്തിൽ പെട്ട പോലെയാണ്. ഏത് ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്, ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്കെന്നൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. അവർ മനസ്സിലാക്കുന്നത് അവർ ചിന്തിച്ചത്, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അവർ വീണുപോയി, ഇനി ഇവിടെ നിന്നൊരു ഉയർച്ചയില്ല, ഈ ഒരു പെയിൻ എനർജിയിൽ നിന്നും, ഈ ഒരു ദുഃഖത്തിൽ നിന്നും, ഈ ഒരു സ്ട്രഗിൾ എനർജിയിൽ നിന്നും ഇനി ഒരു മുക്തിയില്ല എന്നുള്ളൊരു ഫീലിങ്സ് അവരിലുണ്ട്. കൂടാതെ തന്നെ അവർ മനസ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഒരു ശുഭകരമാകുന്നൊരവസ്ഥ വരും ലൈഫിലേക്ക്. അവരാഗ്രഹിച്ച പലതും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഒരു സെലിബ്രേഷൻ, ആഘോഷം, സന്തോഷമൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ ഇപ്പോൾ കറൻറ്റ് ലൈഫിൽ ഒരു സമാധാനം. അതിന് പറ്റിയൊരു അവസരം കിട്ടണം അവർക്ക്. ഈ തേർഡ് പാർട്ടി പ്രസൻസിൽ നിന്നും പുറത്ത് വരണമെങ്കിൽ അത് നിസ്സാരമായിട്ടോ പെട്ടെന്നോ ഒന്നും സാധിക്കില്ല. കുറച്ച് ടൈം എടുക്കുന്ന, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. എന്താണെങ്കിലും പുതിയൊരു തുടക്കം. അവരെപ്പോഴും പാസ്റ്റ് എനർജിയിലേക്കാണ് കേട്ടോ നിൽക്കുന്നത്. അവർ ഇന്നലകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഇടയിൽ വളരെ ശക്തമാകുന്ന ഒരു സ്ട്രോങ്
എനർജി തന്നെയാണ് തേർഡ് പാർട്ടി പ്രസൻസിൽ കാണാൻ പറ്റുന്നത്. നിസ്സാരമായിട്ട് എടുത്തു കളയാൻ പറ്റുകയില്ല. വളരെ ആലോചിച്ച് വളരെ സമാധാനമായിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ശക്തമാകുന്ന രീതിയിൽ പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ ഫൈറ്റിംഗ് ചെയ്യപ്പെടുന്നതുമായ സിറ്റുവേഷൻസ് ആണ് കേട്ടോ. എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ഉണ്ട് അവരുടെ ഉള്ളിൽ. അവർക്കൊരു നീതി ലഭിക്കും. അവരാഗ്രഹിച്ച് അവരുടെ മനസ്സിൽ ഇപ്പോഴത്തെ ആഗ്രഹം അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റും. എല്ലാം ഓക്കെ ആയി കിട്ടും, ഒരു റീയൂണിയൻ പ്രസൻസ് ഉണ്ടാകുമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി. ഇപ്പോൾ കറൻറ്റിൽ എല്ലാം അവസാനിച്ചു പോയി, എല്ലാം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇനി ഇല്ല, എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന അതേ സിറ്റുവേഷൻസിൽ തന്നെ ഒരു റീബർത്ത് ഉണ്ടാകും, ഒരു ജഡ്ജ്മെൻറ്റിങ് ലഭിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന അവർക്കതിൽ നിന്ന് മോചനം ലഭിക്കുക, അല്ലെങ്കിൽ മാറ്റം വരാൻ സിറ്റുവേഷൻസിനെങ്കിലും ഒരു മാറ്റം വരും, അവർക്കൊരു ഫ്രീഡം ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസവും തേർഡ് പാർട്ടി എനർജിയിലുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ശരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യവുമാണ്. എന്നാൽ അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യവുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ.